ആ സമയമൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ അവിടെ അറവ് നടന്നിട്ടുണ്ടോ, ഇനി അതല്ല ആ പണം തന്നെ അറവിന് ഉപയോഗിച്ചോ മറ്റു പലരും പോയോ എന്നൊന്നും പലപ്പോഴും നമുക്കത് ഉറപ്പുവരുത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയൊക്കെ ഇത് പല രൂപത്തിൽ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പല നാട്ടിലേക്ക് അത്യാവശ്യമുണ്ട്, അങ്ങോട്ട് കൊടുക്കട്ടെ എന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം അത് പിന്നെ നിരുത്സാഹപ്പെടുത്തുകയും വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ അനിവാര്യമാണെങ്കിൽ എൻ്റെ നാട്ടിലടുത്ത് ഒരു വിഹിതം ഈ ഭക്ഷണമായി ഉപയോഗിച്ച് ബാക്കി വേണമെങ്കിൽ ഈ പാക്ക് ചെയ്തിട്ട് അർഹതപ്പെട്ട ആളുകൾക്ക് വേണമെങ്കിൽ നീ കൊടുത്തയച്ചോ, സൗദിയിലൊക്കെ അങ്ങനെയാണ് എന്ന് വരെ അവരുടെയൊക്കെ ഫത്വകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതായാലും ഒരു പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു മേഖലയല്ല. ബലി അറുക്കുക എന്ന് പറയുന്ന ആരാധന എന്തിനു വേണ്ടിയാണ്? അതൊന്ന് ഇബാദത്താണ്, ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ആരാധനയാണ്. മറ്റൊന്ന് അത്തഖറബ് ഇലല്ലാഹ്, വിശ്വാസിക്ക് തൻ്റെ സൃഷ്ടാവിനോട് സാമീപ്യം കിട്ടുക എന്നുള്ളതാണ്. മറ്റൊന്ന് അതിലൂടെ അവർക്ക് പ്രതിഫലം നേടിയെടുക്കുക, പരലോക പുണ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ആ ബലിമൃഗത്തെ അറുക്കുക വഴി അവരും സമൂഹത്തിലുമുള്ളവർ അത് ഭക്ഷണമാക്കി അത് ആഹാരമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം വിശ്വാസികളുടെ മനസ്സുകളൊക്കെ വലിയ ആഹ്ലാദത്തിൻ്റെ ഒരു വലിയ അലയലുകളിലാണുള്ളത്. ബലിപെരുന്നാൾ സമാഗതമാവുകയാണ്. അതിലേറ്റവും വലിയ ഒരു ആരാധനയാണ്, ഏറ്റവും നല്ലൊരു കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത്. ഈ ബലികർമ്മത്തിൽ എല്ലാ സമൂഹങ്ങളിലും ബലികർമ്മമുണ്ട്. എന്നാൽ ഇസ്ലാമിൽ ബലി ചെയ്യുക എന്നുള്ളത്, ബലി അറുക്കുക എന്നുള്ളത് ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. മുസ്തഫ, ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ബലികർമ്മം എന്ന് പറയുമ്പോൾ ഉരുവിനെ അറുക്കുക എന്നുള്ളതാണ്. അവിടെ അലാമ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർക്ക് കന്നുകാലികളിൽപ്പെട്ട മൃഗങ്ങളെ ബലിയറുക്കുന്നതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ബലികർമ്മത്തിന് ഒരു ഇസ്ലാമിക മുഖം നൽകുക. ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പ് ബലികർമ്മം എന്ന ആരാധന നിലനിൽക്കുന്നുണ്ട്. ആ ആരാധനയുടെ ഭാഗമായി അവർ ബലിമൃഗങ്ങളുടെ മാംസം അത് മനുഷ്യർക്ക് ഭക്ഷിക്കാൻ നൽകാതിരിക്കുകയും അത് അവരുടെ ഇഷ്ടദേവന്മാരെയും വിഗ്രഹങ്ങളെയും അവയ്ക്ക് വേണ്ടി നിവേദിച്ചതായി കാണുകയും ചെയ്യുകയും അത് തിന്നുക എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ രക്തം അത് വിഗ്രഹങ്ങളിൽ പുരട്ടുകയും കഅബയുടെ ചുമരിൽ പുരട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ വളരെ തെറ്റായ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ ബലികർമ്മത്തിൻ്റെ ശരിയായ മുഖം പകർന്ന് നൽകിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ബലിയറുക്കുക എന്ന നിയമത്തെ ഇസ്ലാം നിയമമാക്കിയിട്ടുള്ളത്. അപ്പോൾ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം പ്രവാചകനോട് അദ്ദേഹത്തിന് ആറ്റുനോറ്റു കിട്ടിയ കുട്ടിയെ ബലിയറുക്കാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തിയപ്പോൾ അദ്ദേഹം ആ പരീക്ഷണത്തിൽ വിജയിക്കുകയാണ്. അതോടുകൂടിയാണ് ഈ ഒരു ബലികർമ്മം എന്ന ആരാധന നിയമമാക്കപ്പെടുന്നത്. ബലി അറുക്കുക എന്ന് പറയുന്ന ആരാധന എന്തിനു വേണ്ടിയാണ്? അതൊന്ന് ഇബാദത്താണ്, ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ആരാധനയാണ്. മറ്റൊന്ന് അത്തഖറബ് ഇലല്ലാഹ്, വിശ്വാസിക്ക് തൻ്റെ സൃഷ്ടാവിനോട് സാമീപ്യം കിട്ടുക എന്നുള്ളതാണ്. മറ്റൊന്ന് അതിലൂടെ അവർക്ക് പ്രതിഫലം നേടിയെടുക്കുക, പരലോക പുണ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ആ ബലിമൃഗത്തെ അറുക്കുക വഴി അവരും സമൂഹത്തിലുമുള്ളവർ അത് ഭക്ഷണമാക്കി അത് ആഹാരമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനൊരു ശരിയായ മുഖം ഇസ്ലാം നൽകി. അതോടൊപ്പം എന്തിനെ ബലിയറുക്കണം? അതാണ് ബഹീമത്തുൽ അൻആം, ആട്, മാട്, ഒട്ടകങ്ങൾ. ഇവയെയാണ് ഈ പറഞ്ഞ ബഹീമത്തുൽ അൻആം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആടാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ കോലാടാണെങ്കിൽ മുസിന്ന, 1 വർഷം പൂർത്തിയായ ഉരുവിനെയാണ് അറുക്കേണ്ടത്. അതോടൊപ്പം തന്നെ എന്നാൽ ചെമ്മരിയാട് പോലെയുള്ള ഒന്നാണെങ്കിൽ അതിന് 6 മാസം തികയുക എന്നുള്ളതാണ്. പശുവിനാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാവുക എന്നുള്ളതാണ്. ഒട്ടകത്തിനാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയാവുക. അങ്ങനെ ഈ വയസ്സ് പൂർത്തിയാവുക എന്നത് ഈ ബലികർമ്മത്തിൽ നമ്മൾ പാലിക്കേണ്ടതായ ഒരു അദബും അതിൻ്റെ ഒരു നിയമം കൂടിയാണ്. അതോടൊപ്പം ഈ ബലികർമ്മം എന്നുള്ളതിന് എങ്ങനെയാണ് അതിൻ്റെ നിയമവശം എന്ന് പണ്ഡിതന്മാർ നോക്കിക്കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് അതിനെ വാജിബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാം. അതായത് അബു ഹനീഫ ഇമാമിനെ പോലെയുള്ളവർ അത് നിർബന്ധമാണ്, ബലിയറുക്കൽ നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. എന്നാൽ ഇമാം ഷാഫിയെ പോലെ, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ പറഞ്ഞത് അത് സുന്നത്ത് മുഅക്കദ, ഉപേക്ഷ വരുത്തിയാൽ കുറ്റകരമാണ്,
ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യേണ്ടതാണ്, ചെയ്തിട്ടില്ലെങ്കിൽ വിമർശന വിധേയവുമാണ് എന്ന തരത്തിലാണ് അതിന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒന്ന് നമുക്ക് കാണാം. അതായത് ഒരാൾക്ക് ബലിയറുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടും അയാൾ ബലിയറുക്കുന്നില്ല എങ്കിൽ അയാൾ ഈ മുസല്ലയിൽ വരാൻ യോഗ്യനല്ല എന്നു പറയുമാറ് അതിനെ വിമർശിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ബലിയറുക്കുക എന്നുള്ളത് ഒരു സുന്നത്ത് മുഅക്കദായിട്ടാണ് മഹാപണ്ഡിതന്മാർ, ഭൂരിപക്ഷം പണ്ഡിതന്മാർ നോക്കിക്കാണുന്നത്. പക്ഷെ പലപ്പോഴും ഇതിനെ ഈ സുന്നത്തിനെ, ഇബ്രാഹിമി മില്ലത്തിനെ ജീവിപ്പിക്കേണ്ടവർ പക്ഷേ പലപ്പോഴും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത് ബദരീങ്ങളുടെ ആണ്ടിന് വേണ്ടി ചെമ്പ് കണക്കിന് ഉരുക്കള അറുക്കുന്ന ഒരു പ്രവണതയാണ്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആണ്ടുകൾക്ക് വേണ്ടി വളരെ ആവേശത്തോടെ ഉത്സാഹത്തോടെ കൂടി ചെയ്യുന്നവർ പക്ഷേ അള്ളാഹു നിയമമാക്കിയ ഈ ഒരു മഹത്തായ കർമ്മത്തെ അഅ്ലമു അയ്യാമുദ്ദുനിയ എന്നാണ്, ദുനിയാവിലെ ഏറ്റവും മഹത്തായ ദിവസം എന്നാണ് ദുൽഹിജ്ജ 10 കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അന്ന് അള്ളാഹുവിലേക്ക് സാമീപ്യം നേടാനുള്ള ഈ ബലികർമ്മത്തെ അറുക്കുക എന്ന ആ നന്മയെ നേടിയെടുക്കാൻ വിശ്വാസികൾ തയ്യാറാവുക എന്നതാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതോടൊപ്പം ബലികർമ്മം നിയ്യത്ത് വെച്ചവരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു തിരുമൊഴി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജയുടെ അമ്പിളി നിങ്ങൾ കണ്ടാൽ വ അറാദ അഹദുക്കും അൻ യുളഹിയ, നിങ്ങൾ ആരെങ്കിലും ബലി അറുക്കാൻ വേണ്ടി നിയ്യത്ത് വെക്കുന്നുവെങ്കിൽ അന്ന് മുതൽ ദുൽഹിജ്ജ പിറന്നത് മുതൽ ഫൽയുംസിക് അൻ ഷഅരിഹി വ അൽഫാരിഹി, അവരുടെ മുടി വെട്ടുക എന്നുള്ളത്, അതല്ലെങ്കിൽ കക്ഷരോമമോ ഗുഹ്യരോമമോ കളയുക എന്നുള്ളത് അവർ വെടിയണം. വ അൽഫാരിഹി, നഖം വെട്ടുക എന്നതും വെടിയണം എന്നാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു സുന്നത്തിനെ നമ്മൾ ദുൽഹിജ്ജ 1 മുതൽ ഈ ഒരു സുന്നത്ത് എടുക്കണം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ഇതുമായി ബന്ധപ്പെട്ട ഒരു അദബാണ്. അപ്പം അത് പാലിക്കുക എന്നുള്ളതാണ്. അത് ഫൈൻ ഫഅല, ഇനി ആരെങ്കിലും ഈ മുടിയെടുക്കുകയോ നഖം വെട്ടുകയോ ചെയ്താൽ ഇസ്തഗ്ഫറല്ലാ, അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടണം എന്നുവരെ ഇബ്നു ഖുദാമ റഹ്മഹുള്ളയെ പോലെയുള്ളവർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് ഒരു കുറ്റകരമായ രൂപത്തിലാണ് ഇസ്തഗ്ഫറല്ലാ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടട്ടെ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അദബുകൾ പാലിക്കണം ഈ ബലി അറുത്ത് തീരുന്നത് വരെ. മാത്രമല്ല ഈ ബലി അറുക്കേണ്ടത് എപ്പോഴാണ്? അത് ഈദ് ഗാഹ് വെച്ച് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബലിമൃഗത്തെ അറുക്കേണ്ടത്. ഈ ബലിമൃഗം തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ചാവാലിയല്ലാത്ത, മുടന്തില്ലാത്ത, കാഴ്ച പ്രശ്നമില്ലാത്ത, രോഗിയല്ലാത്ത ഉരുവിനെ തിരഞ്ഞെടുക്കുകയും ആ ഉരുക്കളെ സ്വീകരിച്ചതിന് ശേഷം അതിനെ പരിപാലിക്കുകയും അതിനു വേണ്ട ഭക്ഷണം കൊടുക്കുകയും അതിനു വേണ്ട വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഇതിനെ വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശഅഇരില്ലാ, അള്ളാഹുവിൻ്റെ ചിഹ്നമാണ് നിങ്ങളുടെ ബലിമൃഗം എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ചിഹ്നത്തെ ആദരിക്കുക എന്നത് മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിലെ ഭക്തിയുടെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് ഈ ഉരുക്കളെ നേരത്തെ തന്നെ വാങ്ങി അതിൻ്റെ തടിയെ പരിപോഷിപ്പിച്ച് അതിനെ നല്ല രൂപത്തിൽ പരിപാലിച്ചുകൊണ്ട് അതിൻ്റെ ഉപകാരങ്ങളെടുക്കാൻ വരെ ഖുർആനിലൂടെ അള്ളാഹു അനുവാദം നൽകുന്നുണ്ട്. അതായത് ഈ ഉരുക്കളെ നമുക്ക് ബലിയറുക്കാൻ വേണ്ടി തീരുമാനിച്ചാലും വാഹനത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കാം. അത് പ്രസവിച്ചാൽ അതിൻ്റെ കുഞ്ഞിനെ എടുക്കാം, അതിൽ നിന്നുള്ള പാലെടുക്കാം. അതേപോലെ തന്നെ ഈ ബലിമൃഗത്തിൻ്റെ അത് അറുത്തതിന് ശേഷം അതിൻ്റെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഈ ബലിമൃഗത്തിൻ്റെ ആഹാരം അത് അറുത്തതിന് ശേഷം എന്തു ചെയ്യണം എന്നുള്ളിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വകുലു മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് തിന്നുക. അതേപോലെ തന്നെ വഅത്ഇമു അൽഖാനി വൽ മുഅ്തർ, സംതൃപ്തനായി ജീവിക്കുന്ന സാധുക്കളെയും ചോദിച്ചു വരുന്ന പാവങ്ങളെയും നിങ്ങൾ അതുകൊണ്ട് ഊട്ടണം എന്ന ഖുർആനിലെ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഈ ബലിമൃഗത്തിൻ്റെ മാംസം അത് അറുത്ത വ്യക്തി തിന്നുക. അതോടൊപ്പം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി അത് നിങ്ങൾക്ക് എടുത്തു വെക്കാം, സൂക്ഷിച്ചു വെക്കാം. സൂക്ഷിച്ചു വെച്ചിട്ട് അത് തിന്നലായിരിക്കണം, അത് നശിപ്പിച്ച് കളയാൻ പാടില്ല. അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം തസദ്ദഖു, അതിൽ നിന്ന് ധർമ്മം ചെയ്യാം, മറ്റുള്ള ആളുകൾക്ക് അത് കൊടുക്കാം, സമ്മാനമായി കൊടുക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബലിമൃഗത്തിൻ്റെ മാംസം എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് സ്വയം ഭക്ഷണമാക്കുകയും
അത് അയൽവാസികൾക്കും നാട്ടിലുള്ളവർക്കൊക്കെ ലഭ്യമാകുന്ന രൂപത്തിൽ അത് കൊടുക്കുകയും നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുകയൊക്കെ ചെയ്യാം എന്ന് പറയുന്ന കൽപ്പനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ബലിമൃഗവുമായി ബന്ധപ്പെട്ട് വന്ന അതിൻ്റെ മുഴുവൻ സുന്നത്തുകളെയും സ്വീകരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാൻ നമുക്ക് കഴിയണം. ഫസൊല്ലിലി റബ്ബിക വൻഹർ, നിൻ്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും ബലിയിറക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ നന്മകളെ ജീവിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. മാത്രമല്ല ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഷെയറിട്ട് വാങ്ങുന്നവരും സ്വന്തമായി ഉരുവിനെ വാങ്ങുന്നവരുണ്ട്. ഒരാടിനെ ഒരാൾ ഒറ്റക്ക് വാങ്ങും, ഏറ്റവും ഉത്തമ ഒട്ടകത്തെ അറക്കലാണെന്നാണ്. എന്നാൽ ഒരാടിനെ ഒരാൾ ഒറ്റക്ക് വാങ്ങും. എന്നാൽ ഒറ്റക്ക് ഒരു മാടിനെ വാങ്ങാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ അതിന് കഴിയാത്തവർക്ക് അതിൽ എന്ത് ചെയ്യാം, ഷെയർ ഇടാം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയറിട്ട് 2 വ്യക്തികളോ 3 ആളുകളോ 4 ആളുകളോ 7 ആളുകൾ വരെ ഷെയർ ഇടാം. ആ ഷെയറിട്ട് വാങ്ങുന്ന ഉരുവിനെ അവർ കാണണം. അത് അല്ലാതെ ഒരാൾ എല്ലാവരും കൂടി ഉരുവിൻ്റെ ഷെയർ 5000 രൂപയാണ് എല്ലാവരും തരിക, എന്നിട്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് ഇതിനറുത്തിട്ട് ബൾക്കായിട്ട് തിന്നുക. അങ്ങനെയല്ല. താൻ അറുക്കുന്ന ഉരുവിനെ അവരവർ കാണുക എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. ചിലപ്പോൾ ഇങ്ങനെ വരുമ്പോൾ 8 ആളും 9 ആളും 10 ആൾ വരെ ഇതിൽ ഷെയറിൽ കയറി വരും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. മാക്സിമം 7 ആൾ വരെയാണ് ഒരു ഉരുവിൻ്റെ ഷെയർ ഉള്ളത്. ആ ഷെയർ തുക ഒരു ഉരുവിനെ വാങ്ങിക്കഴിഞ്ഞ് എത്രയാണെന്ന് വെച്ചാൽ അത് അവരിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ അത് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ഇസ്ലാം പരിഗണിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ ഉരുവിനെ കണ്ടെത്തുക, എന്നിട്ട് അതിനെ ചില ആളുകൾ എന്താണെന്നറിയാം, പണം ഗൂഗിൾ പേ ചെയ്തു പോകും. എന്നിട്ട് ഇത് ഉരുവിനെ അറക്കുന്നിടത്ത് അവരില്ല, ഉരുവിനെ കാണാൻ പോലും അവർ തയ്യാറല്ല, അതിൻ്റെ മാംസം പോലും അവർക്ക് കിട്ടുന്നുവോ എന്നില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹ കബ്ഷൈനി അംലഹൈനി, ഏറ്റവും തടിച്ചു കൊഴുത്ത 2 ആടുകളെ റസൂലുള്ള തൻ്റെ കൈകൾ കൊണ്ടറുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ബലിയറുത്തു. അപ്പം ബിസ്മി ചൊല്ലി തക്ബീർ ചൊല്ലി ആ ഉരുവിനെ അറുക്കുന്നത് സ്വന്തം കൈകൾ കൊണ്ട് ഉരുവിനെ അറുക്കാൻ ശ്രദ്ധിച്ചു. എന്നിട്ട് ആ ഒരു സൽക്കർമ്മത്തിൽ സാക്ഷിയായി. അതാണ് വിശ്വാസികൾ യഥാർത്ഥത്തിൽ ഇതിൽ മാതൃകയാക്കേണ്ടത്. അപ്പോൾ ബലിയറുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം നന്മകളൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ആരാധനയോട് പൂർണ്ണമായി നമുക്കതിൻ്റെ താതാത്മ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു അക്ബർ. തീർച്ചയായിട്ടും മൗലവി മുസ്തഫ മദനി പറഞ്ഞു വെച്ചോടുന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പം നാട്ടിൽ ഷെയറിൻ്റെ ഒരു വിഷയം പറഞ്ഞു. അതുപോലെ തന്നെ പുറം നാടുകളിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇതിൽ മുമ്പ് പറഞ്ഞതിൻ്റെ അവസാനം നമുക്ക് അതിൽ നിന്ന് നമ്മൾ കഴിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് ആവർത്തിച്ച സുന്നത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ തുടങ്ങിയ ഒരു പ്രവണതയാണ് പുറം നാടുകളിലേക്ക് പണം അയച്ചു കൊടുത്ത് അവിടുത്തെ ആളുകൾക്ക് അത് ബലി അറുക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അത് എത്രമാത്രം ശരിയാണെന്ന് വിശദീകരിക്കും. നമ്മൾ പൊതുവേ ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടുന്നൊരു രീതിയല്ല അത്. ഈ പറയപ്പെട്ട പോലെയുള്ള പല സുന്നത്തുകളും നഷ്ടപ്പെടാൻ ഒരു വേള അതിൽ പല അരുതായ്മകളും കടന്നുകൂടാൻ പോലുമുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. ആളുകൾ പറയാറുള്ളത് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ അങ്ങനെ ക്ഷാമമില്ല, ബുദ്ധിമുട്ടില്ല, ധാരാളം മാംസമുണ്ട്. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് അനിവാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വ്യക്തികളും പല സംഘടനകളും പോലും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും മാത്രവുമല്ല ആളുകൾക്കും തന്നെ ഇവിടെ വരുന്നതിൻ്റെ ഒരു പകുതി കാശിനൊക്കെ ഒരു പക്ഷേ അവിടെ ഷെയർ കൂടാൻ പറ്റും. ഇപ്പോൾ ഇവിടെയൊക്കെ പൊതുവെ നമ്മുടെ നാട്ടിൽ 8000 10000 അതിനപ്പുറത്തൊക്കെയാണ് ഓരോ ഷെയറും വരുന്നത്. അവിടെ ആകുമ്പോൾ 4000 5000 രൂപ ഉണ്ടായാൽ കൂടുകയും ചെയ്യാം, ഒരു എളുപ്പവഴിയുമായി എന്നൊക്കെയുള്ള തരത്തിലുള്ള വിശദീകരണങ്ങൾ നമ്മുടെ നാട്ടിൽ പൊതുവെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അത് വ്യാപകമായി വരുന്നുണ്ട്. അപ്പോൾ തീരെ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല, അതേസമയം അതൊരു പ്രോത്സാഹിപ്പിക്കേണ്ടുന്നൊരു രീതിയല്ല. ഒന്ന്, ഈ ബലി പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിലും ഹദീസൊക്കെ വന്ന കാര്യമാണ്, നിങ്ങളതിൽ ഭക്ഷിക്കണം. നേരത്തെ പറഞ്ഞല്ലോ കുലു മിൻഹ, നിങ്ങൾ ഭക്ഷിക്കണം. നബിതങ്ങളും അത് ആവർത്തിച്ച് പറഞ്ഞ ഒരു പ്രത്യേകമായ അധ്യാപനമാണ് കുലു വതസദ്ദഖു വദ്ദഖിറു, നിങ്ങൾ ഭക്ഷിക്കുക എന്ന് നബി പ്രത്യേകം പറഞ്ഞു. അപ്പം നമ്മളെ കുടുംബവും ഇതിൻ്റെ ഒരു വിഹിതം തിന്നുക എന്നുള്ളത് വളരെ പ്രബലമായ ഒരു കാര്യം തന്നെയാണ്. ബലി അറുക്കുന്ന ആളും അയാളുടെ ഭാര്യ മക്കളും മാതാപിതാക്കളും ആ കുടുംബം അതിൽ നിന്ന് കഴിക്കുന്നു. പിന്നെ ഒന്ന് ഹദിയയാണ്, അയാളുടെ സുഹൃത്തുക്കൾ അയൽവാസികൾ, അയാളുടെ അതേ നിലവാരമുള്ള അല്ലെങ്കിൽ അയാളുടെ ഒരു വേണ്ടപ്പെട്ട ആളുകൾ കുടുംബാംഗങ്ങൾ അവർക്കെല്ലാം ഉള്ള ഹദിയ. പിന്നെ സാധുക്കൾക്കുള്ള സ്വതക്കയും ഈ രൂപത്തിലാണത് പഠിപ്പിച്ചത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ അവഗണിക്കപ്പെടുകയാണ്. തനിക്കത് കഴിക്കാൻ പറ്റുന്നില്ല, തൻ്റെ കുടുംബത്തിന് കഴിക്കാൻ പറ്റുന്നില്ല,
ഹദിയ പോലും അതിലുണ്ടാകുമോ എന്ന് നമുക്ക് അറിയില്ല. മറ്റൊന്ന്, ഈ നഖമെടുക്കാൻ പാടില്ല, മുടിയെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അത് പിന്നീട് പറ്റുന്നത് ഈ മൃഗത്തെ അറുക്കുമ്പോഴാണ്. അല്ല പെരുന്നാളിൻ്റെ അന്ന് പറ്റില്ല. അറവ് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ മുടിയെടുക്കാം, നഖമെടുക്കാം എന്നൊക്കെ. പക്ഷേ ഇയാളുടെ മൃഗത്തെ അറുത്തോ, ഇയാളുടെ മൃഗം ഏതാണ്, അത് എവിടെയാണ് പോയത്, ആരാണ് അറുത്തത്, അത് വിതരണം ചെയ്തോ, അതൊന്നും അറിയാൻ ഇയാൾക്ക് സംവിധാനങ്ങളൊന്നുമില്ല. ഒരു കാശ് അയച്ചു കൊടുത്തു, അവരെ വിശ്വസിക്കുന്നു, അവരവിടെ നിർവഹിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്നല്ലാതെ അത് പലപ്പോഴും സൂക്ഷ്മത പാലിക്കാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല, ഇത് അറക്കേണ്ട ദിവസങ്ങളും സമയങ്ങളുമുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് അറവ് ആരംഭിക്കുന്നത്. അയ്യാമു തശ്രീഖിൻ്റെ അവസാനം വരെ അറക്കാൻ സമയമുണ്ട്. ആ സമയമൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ അവിടെ അറവ് നടന്നിട്ടുണ്ടോ, ഇനി അതല്ല ആ പണം തന്നെ അറവിന് ഉപയോഗിച്ചോ മറ്റു പലരും പോയോ എന്നൊന്നും പലപ്പോഴും നമുക്കത് ഉറപ്പുവരുത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ഇബ്നു സമീർ അഹമ്മദിയോടൊക്കെ ഇത് പല രൂപത്തിൽ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പല നാട്ടിലേക്ക് അത്യാവശ്യമുണ്ട്, അങ്ങോട്ട് കൊടുക്കട്ടെ എന്നൊക്കെ ചോദ്യങ്ങൾ അദ്ദേഹം അത് പിന്നെ നിരുത്സാഹപ്പെടുത്തുകയും വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ അനിവാര്യമാണെങ്കിൽ എൻ്റെ നാട്ടിലടുത്ത് ഒരു വിഹിതം ഈ ഭക്ഷണമായി ഉപയോഗിച്ച് ബാക്കി വേണമെങ്കിൽ ഈ പാക്ക് ചെയ്തിട്ട് അർഹതപ്പെട്ട ആളുകൾക്ക് വേണമെങ്കിൽ നീ കൊടുത്തയച്ചോ, സൗദിയിലൊക്കെ അങ്ങനെയാണ് എന്ന് വരെ അവരുടെയൊക്കെ ഫത്വ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതാണെങ്കിലും ഒരു പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു മേഖലയല്ല അത്. പിന്നെ ആളുകൾ പറയുക അവിടെ അത്യാവശ്യമുണ്ട്, അവിടെ പട്ടിണിയാണ്, ബുദ്ധിമുട്ടാണ്. ശരിയാണ്, അതൊക്കെ ശരിയാണ്. അതിപ്പോൾ ഈ ഉദയം തന്നെ നൽകണമെന്നില്ലല്ലോ. അവിടെ മറ്റൊരുപാട് സ്വതക്ക കൊടുക്കാം, ഹദിയ കൊടുക്കാം. ഇതൊന്നുമില്ലാതെ ഒരു മൃഗത്തെ നമുക്ക് വാങ്ങി അവിടെ വിതരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇതൊരു ഇബാദത്താണ്, പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഇബാദത്താണ്. മാത്രവുമല്ല, ഇതിപ്പോൾ മൃഗത്തിൻ്റെ വയസ്സ് പറഞ്ഞു, മൃഗത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു, ഇതൊക്കെ പാലിക്കുമ്പോഴേ ഉദയത്താവുള്ളൂ. അതൊന്നും പാലിക്കാതെ ഒരാളിപ്പോൾ കോഴി അറുത്തു, ഇപ്പോൾ ആടിനേക്കാൾ അത്യാവശ്യം കോഴിയാണ്, പെരുന്നാളല്ലേ, എല്ലാവർക്കും ചിക്കൻ കിട്ടിയ ഉത്സാഹം പറഞ്ഞിട്ട് ഒരുത്തൻ കൂടെ കോഴി നടത്തുന്നുണ്ടെങ്കിൽ അത് ഉദയത്താവില്ലല്ലോ. ഒരാൾക്ക് ന്യായം പറയാമല്ലോ. അന്നത്തെ ദിവസം കോഴി ഇറച്ചിയെ കുറച്ച് ആവശ്യം. നമ്മൾ ഈ ബലിമാംസം കിട്ടിയാൽ പോലും ആളുകൾ സ്വാഭാവികം വീട്ടിലെ കാര്യങ്ങൾക്ക് അതിൽ കൂടെ ചിക്കൻ വാങ്ങാറുണ്ട്. അപ്പോൾ ഒരാൾ പറയുകയാണ് ഇന്നിപ്പോൾ അത്യാവശ്യം ചിക്കനാണ്, അവിടെ ഞാൻ കോഴി ഇറക്കുന്നുണ്ടെങ്കിൽ അതായത് സ്വതക്ക ചെയ്യാമെന്നല്ലാതെ ഉദയത്തേക്ക് പരിഗണിക്കാൻ പറ്റില്ല. അതേപോലെ വയസ്സിൻ്റെ കാര്യം പറഞ്ഞു, ഈ ഇനങ്ങൾ പറഞ്ഞു, ഇതൊക്കെ പാലിച്ചുകൊണ്ട് അറക്കുമ്പോൾ ഇത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഇബാദത്താണ്. അവിടെ ഇബാദത്താകുമ്പോൾ തൗഖീഫിയാണ്, അഥവാ വിശുദ്ധ ഖുർആനിലോ പ്രവാചകവചനങ്ങളിലോ എന്താണോ എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് അത് മാത്രം അങ്ങനെ മാത്രം ചെയ്തെങ്കിലേ അത് ഇബാദത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം അറക്കാം. നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, നിസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും അടത്താൽ അത് തൻ്റെ കുടുംബത്തിന് വേണ്ടി അടുത്ത അറിവായിട്ടേ പരിഗണിക്കുകയുള്ളൂ. ശേഷം അടത്താൽ അത് ഉദയത്തായി പരിഗണിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രത്യേക ഇബാദത്ത് എന്ന നിലയ്ക്ക് അവിടെ നമ്മൾ ഇത്തരം ബാലിശമായ ന്യായങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഒരു അന്തസത്ത നഷ്ടപ്പെടുത്തുന്ന, റൂഹിനെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവണതയ്ക്ക് പോകാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കുക. ചില ആളുകൾ ഇതിൻ്റെ തൊലി വിറ്റിട്ട് അത് മഹല്ല് വരുമാനമാക്കണൊക്കെ ഒരു പ്രവണത, വ്യത്യസ്ത അബദ്ധധാരണ രംഗത്തുണ്ട്. തൊലി വിറ്റ് അത് ഒന്നുകിൽ അറവുകാരന് കൂലി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി പള്ളിയുടെ ഫണ്ടിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ, ഇതൊക്കെ കാണാൻ കഴിയും. അതൊന്നും ശരിയല്ല. നബിതങ്ങൾ പറഞ്ഞത് അതിൻ്റെ ജസാർ അറവുകാരന് പോലും അതിൻ്റെ ഒരു കൂലിയായിട്ട് കൊടുത്തുകൂടാതാണ്. മാത്രമല്ല ഫുഖഹാക്കളുടെ ചർച്ചയിൽ കാണാം, ഇനി അറവുകാരന് വേണ്ടി നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. പക്ഷെ ഫ്രീ ആയി കൊടുക്കുകയാണെങ്കിൽ അയാളുടെ കൂലി ആദ്യം കൊടുത്തിട്ടേ അയാൾക്ക് കൊടുക്കാവുന്നതാണ്. കാരണം ഇത് കൊടുത്തതിൻ്റെ പേരിൽ ഒരു പക്ഷേ കൂലിയിൽ ചെറിയ ഡിസ്കൗണ്ടൊക്കെ അപ്പോൾ ഇതൊക്കെ കൊടുത്തല്ലോ, അപ്പോൾ അയാളും തന്നെ കുഴപ്പമില്ല, എന്നാൽ കൂലി ഒരു 100-200 കുറക്കാം എന്ന് പറയുമ്പോൾ അവിടെ പോലും സൂക്ഷ്മത പഠിക്കാൻ പറഞ്ഞത് കാണാൻ കഴിയും. അത് സ്വതക്കയായിട്ട് പോകേണ്ടതാണ് അതടക്കം, അതായത് അത് വിൽപ്പന അല്ല. ഇനി വിറ്റ് പൈസ ഇട്ടാലും ആ പൈസ സ്വതക്കയായിട്ട് നൽകേണ്ടതാണ്. അതേപോലെ ഈ പെരുന്നാൾ ആകുമ്പോൾ ചില ആളുകൾക്ക് ധാരണയുണ്ട്, ഈ ബലിമാംസം സൂക്ഷിക്കാൻ പാടില്ല, 3 ദിവസം മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ. ബുഖാരി ഹദീസുണ്ട്, ബുഖാരി ഹദീസ് ശരിയാണ്, സ്വയം ബുഖാരി ഹദീസുണ്ട്, 3 ദിവസമേ സൂക്ഷിക്കാൻ പാടുള്ളൂ. അത് ഒരു വർഷത്തിൽ ക്ഷാമമുണ്ടായപ്പോൾ ആ വർഷം മാത്രം നബി തങ്ങൾ പറഞ്ഞ പ്രത്യേകമായ ഒരു നിയമമാണ് 3 ദിവസത്തിനപ്പുറം സൂക്ഷിക്കാൻ പാടില്ല. അടുത്ത വർഷം നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് വിലക്കിയിരുന്നു ബലിമാംസം സൂക്ഷിക്കുന്നതിനെ കുറിച്ച്, എന്നാൽ കുലു വദ്ദഖിറു വതസദ്ദഖു, നിങ്ങൾ തിന്നുകൊള്ളുക, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, സ്വതക്ക ചെയ്ത് കൊള്ളുക. അപ്പോൾ എത്ര സൂക്ഷിക്കാം? ആളുകൾ പൊതുവെ വിമർശിക്കും, ആളുകൾ ഒന്നിച്ച് വാങ്ങി ഈ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ അതൊന്നും അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും പല മെസ്സേജുകളും വരാറുണ്ട്. അത് ശരിയല്ല, സൂക്ഷിക്കുന്ന വിരോധമൊന്നുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് ആകാൻ പാടില്ല എന്നുള്ളൂ. അത് നമുക്ക് ഉപയോഗിക്കാം, ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ സൂക്ഷിക്കാം. വിദേശത്തുള്ള മക്കൾ വരാനുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്തേക്കാനുണ്ട്, അതിലൊന്നും യാതൊരു വിരോധവും ആ വിഷയത്തിലില്ല. എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ അയൽവാസി മുസ്ലിമാണ്, അയാൾക്ക് വരെ ബലിമാംസം കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല.
അത് പിന്നെ ചോദിച്ചു വരുന്നവർക്കും ചോദിക്കാതെ മാറി നിൽക്കുന്ന നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞപ്പോൾ അവിടെ ജാതി മതമൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ മുസ്ലിമീങ്ങൾക്കാണ് പൊതുവെ കൊടുക്കാറുള്ളത്. അതിനെ കൊടുക്കുന്ന ഇടയിൽ ഒരു വീട് ആ മുസ്ലിം വീടുണ്ട്, നമ്മുടെ അയൽവാസി ആ മുസ്ലിമാണ്, അവർക്കത് ഒരു പൊതി കൊടുത്തു പോയി എന്ന് കരുതിയിട്ട് ബലിയുടെ ഇത് നഷ്ടപ്പെടുന്നു ഒന്നുമില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു അഅലം. തീർച്ചയായിട്ടും ഇതൊരു ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ്. അത് അവൻ്റെ ആത്മാർത്ഥത തഖ്വയുമായി ബന്ധപ്പെട്ടതാണ്. വെറുതെ ഒരു കടമ നിർവഹിക്കാനുള്ളതല്ല ബലികർമ്മം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് കൃത്യമായി തന്നെ പാലിക്കുവാൻ നാം ശ്രദ്ധിക്കുക.